യാ യാ ആകെ ആകെയാ ശരത്തിനെ ട്രിപ്പിനെ പറ്റി 2 വാക്ക്. ട്രിപ്പിനെ പറ്റില്ല പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. ഇന്നലെ നടന്ന് ഇറങ്ങി ഇട്ടെത്തുമ്പോ ആള് ഭയങ്കര ടയർഡായിരുന്നു. ആദ്യത്തെ ഇതായതുകൊണ്ട് ഇപ്പൊ 7 മണിക്ക് പറഞ്ഞപ്പോ 8 മണിക്ക് എണീച്ചത്. വല്ലാത്ത ക്ഷീണം. ഈ മഴ എന്നെ ഇറങ്ങാൻ സമ്മതിക്കൂല. ഇത് എന്ത് മതമാണ് ദൈവമേ. ഇവിടെ 10 മിനിറ്റായി പോസ്റ്റ് 8:45 കഴിഞ്ഞു. എന്ത് മഴയാണെന്നില്ല. ഇന്ന് മൊത്തം മഴയാണെന്നാ അമ്മ അച്ഛനും പറഞ്ഞു. രാവിലെ വിളി വന്ന് വീട്ടത്. എടാ പോലെ കേരളം മൊത്തം മഴയാണ്, തിരിച്ചു പോകുന്നത്. തിരിച്ചു പോണില്ല, കുറച്ചും കൂടെ പോയി നോക്കാം നമുക്ക്. അപ്പൊ ഞാനിപ്പോ പഴയങ്ങാട് എത്തി. പഴയങ്ങാട് കഴിഞ്ഞോട്ടെ. പഴയങ്ങാട് 2 കിലോമീറ്റർ മുന്നോട്ട് വന്നു. അയ്യോ ഞാൻ വ്ലോഗ് ഒന്നും എടുത്തില്ല കേട്ടാ. അതായത് ഇപ്പോഴാണ് ഞാൻ വ്ലോഗ് ചെയ്യണത്. അയ്യോ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു, പക്ഷെ എന്താ പറയുക, മഴ ആയിരുന്നു. ഞാൻ മഴ നനഞ്ഞിട്ട് ഇപ്പൊ ഉണങ്ങിയതാട്ടാ. ഇതിന്റെ ഉള്ളിൽ ഞാൻ ഒന്നും ഇട്ടില്ല, ഉണങ്ങാൻ വേണ്ടിട്ട് ഷർട്ട് തൊട്ടില്ല. ഷർട്ട് അയച്ചായിരുന്നു. ഷർട്ട് എന്റെ വീട്ടിൽ നിന്ന് ഞാൻ 9 മണിക്ക് ഇറങ്ങിയതാണ്. 9 മണിക്ക് ഇറങ്ങിയിട്ട് നേരെ ചവിട്ടി പയ്യന്നൂർ വന്നു. പയ്യന്നൂർ നേരെ പയ്യന്നൂർ എത്തിയപ്പോ എന്റെ ചെയിൻ ലൂസായി. അത് ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ ചെയിൻ ലൂസായി, ചെയിൻ അഴിയാൻ തുടങ്ങി. പിന്നെ ഞാൻ ഓക്കെ എന്നാലും കുഴപ്പമില്ല മെല്ലെ മെല്ലെ ചവിട്ടി. കാരണം ഞാൻ മെല്ലെ വരുന്നത്, സ്പീഡ് എടുക്കുന്നില്ല. കാരണം നമ്മൾ കിതയ്ക്കും. ഓരോ ചെറിയ സ്പീഡ് വെച്ചിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്താൽ പറ്റുന്നത്. എന്നിട്ട് ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ചവിട്ടാൻ വെച്ചു. പിന്നെ ബസ് സ്റ്റോപ്പ് കാണുന്നില്ല. പിന്നെ മഴ തുടങ്ങി. മഴ അത് പിന്നെ ബാഗിന് ഫോണും ഇത് കാര്യങ്ങളൊക്കെ എടുത്താൽ പിന്നെ അതിലേക്ക് വെക്കുന്നത് ഭയങ്കര ചടങ്ങാണ്. അപ്പൊ ഞാൻ വെച്ചു ചെയിൻ ടൈറ്റ് ചെയ്യണം. പിന്നെ ഷർട്ടും ചപ്പാത്തി തന്നിട്ടുണ്ട്, അപ്പൊ അത് കഴിക്കണം എന്തെങ്കിലും ലൈറ്റ് ആയിട്ട്. പിന്നെന്താ, വെള്ളം ഫില്ല് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ എവിടെയെങ്കിലും ഒരു ബസ് സ്റ്റോപ്പ് എത്തുമ്പോൾ ചവിട്ടയച്ചു. അങ്ങനെ ഞാൻ ഇപ്പൊ ചവിട്ടിരിക്കണം കേസ്. ഞാൻ ചവിട്ടി മൊബൈൽ ഓപ്പൺ ആയിക്കോളൂ. കണ്ട അടുത്ത മഴ പിടിച്ചിട്ടുണ്ട്, നല്ല മഴ പിടിച്ചിട്ടുണ്ട്. മഴ പെയ്ത കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഇടയ്ക്ക് തോന്നും മഴ പെയ്യണം, ഇടയ്ക്കൊന്നും മഴ പെയ്യണ്ട. ഈ ഒരു വൈബാണെങ്കിൽ നല്ല രസമാണ് കേട്ടാ. പക്ഷെ മഴ ഉണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ നമുക്ക് കിതക്കൂല. അതായത് ഭയങ്കര ക്ഷീണം ഉണ്ടാവില്ല. കാരണം ബോഡി ഫുൾ നനഞ്ഞിരിക്കുകയാണ്. ഞാനാണെങ്കിൽ തലയിലൊന്നും ഇട്ടിട്ടില്ല കേട്ടാ. പനി പിടിക്കാണ്ടിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. ഞാൻ സൈക്കിൾ കാണിച്ചു തരാം. ഞാൻ ബാഗ് ഇപ്പോൾ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ. ഈ കുപ്പിയിൽ വെള്ളം കഴിഞ്ഞു, ഇതിൽ പകുതി ഉണ്ട്. അപ്പോൾ പകുതി നമുക്ക് പോകുന്ന വഴിക്ക് ഫില്ല് ചെയ്താൽ മതി. ഈ സീറ്റിലൊരു കവർ ഇടണം കേസ്. ഇത് ഭയങ്കര വേദനയൊക്കെ ഉണ്ട് പണ്ടാരം കുണ്ടി. കണ്ട ചെയിൻ ഭയങ്കര ലൂസായി. ഇനി ഇതിപ്പോൾ ടൈറ്റ് ചെയ്യണം. അതുകൊണ്ട് ഇത് അഴിഞ്ഞു പോകുന്നു. ഇത്ര ലൂസ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ പയ്യന്നൂർ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ലൂസ് വന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചെറിയ രീതിയിൽ ടൈറ്റ് ചെയ്യണം. അച്ഛൻ സെറ്റാക്കി വെച്ചാണ്, ഞാൻ പിന്നെ തൊട്ടിട്ടില്ല സൈക്കിള്. ടയറൊക്കെ വിള്ളൽ വീണ പോലെ. പിന്നെ ബ്രേക്ക് കുറവാട്ടെ. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ബ്രേക്ക് നമ്മൾ മഴയത്ത് ചവിട്ടുമില്ല, ബ്രേക്ക് കിട്ടത്തില്ല എന്ന് പണ്ടാണ്. ഞാൻ ഈ സാധാ പഴയ മോഡൽ കട്ടയാണല്ലോ, അപ്പോൾ ബ്രേക്കിന്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടാ. നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും ശരത്തെണ്ണ ആക്കി തന്നിട്ടുണ്ടായിരുന്നിട്ടാ. ഇതിൽ നിന്നൊരു ചപ്പാത്തി എടുത്ത് കഴിക്കണം, കാരണം നല്ല വിശപ്പ്. ഇതേ മഴ വരുന്ന മുന്നേ അത് സെറ്റ് ചെയ്യണമല്ലോ. യെസ്, ഒരു മിനിറ്റ് യെസ്, ഞാനിതൊന്ന് തുറക്കട്ടെ. ഞാൻ കറിയൊന്നും എടുത്തില്ല കേട്ടാ, ചപ്പാത്തി മാത്രം കഴിക്കാം. പെട്ടെന്ന് വിശക്കും. ഞാൻ രാവിലെ നല്ല ക്വാണ്ടിറ്റിയിൽ ഫുഡ് അടിച്ചിട്ട് വന്നതാണ് ശരത്തയുടെ വീട്ടിൽ നിന്ന്. ഒരു ഉപ്പുമാവാണ്, അത് ഞാൻ കുറേ കഴിച്ചു. ഞാൻ ഇതുവരെ ലൈഫിൽ അങ്ങനെ കഴിച്ചില്ല. പക്ഷെ ഇവിടത്തെ വിശം തുടങ്ങി. ഈ ഫുഡിൽ എങ്ങോട്ടാ പോകുന്നത്, പുല്ല് നമ്മൾ തിന്നോണ്ടിരിക്കാൻ തോന്നുന്നു കേട്ടോ. നല്ല വൈബ്, നല്ല ചൂട് നെയ്ച്ചോറും ബീഫും കിട്ടിയ സൂപ്പർ. അയ്യോ ഗേസ്, മഴയില്ല, ചൂടാണ്. വലുതായിട്ട് വെയിലൊന്നും ഇല്ല, പക്ഷെ നല്ല ചൂട് അടിക്കുന്നുണ്ട്. അയ്യോ ഗേസ്, നമ്മൾ വളപട്ടണം പാലത്തിലായിട്ടുള്ളത്. കാണിച്ചതാണ്. ഇനി കണ്ണൂർക്ക് ഇവിടുന്ന് 9 കിലോമീറ്റർ ഉണ്ട്. അയ്യോ വെള്ളം തരുന്നത്, വെള്ളം എടുക്കണം. ഇതാണ് വളപട്ടണം പാലം കേട്ടോ. നല്ല നീളമുള്ള പാലാണ്, വെള്ളത്തിൻ്റെ കേട്ടോ. ഇത് കുറച്ച് പാലത്തിൽ കുറച്ച് വീതി ഉണ്ട്, അതുകൊണ്ടാണ് ചേട്ടാ ഇവിടെ നിൽക്കണം. അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം 2 ബസ്സൊക്കെ വന്നാൽ ഞാൻ എറിഞ്ഞിപ്പോ. അയ്യോ ഒരു ബസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കണ്ണൂരെത്തിയാണ് കേട്ടോ. ഇനി കണ്ണൂർ സ്റ്റോപ്പുള്ളൂ. അവിടെ ഒരു കയറ്റം ഉണ്ട് കേട്ടോ, പുല്ല് കയറ്റം കാണുമ്പോൾ ദേഷ്യം വരുന്നത്. ഞാൻ കണ്ണൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനൊരു സ്ഥലം കണ്ടിട്ടാ. അയ്യോ ഇത് അടിപൊളിയാട്ടെ. ഞാൻ വണ്ടിയിലൊക്കെ വരുമ്പോ നമ്മള് നോട്ട് ചെയ്യാറുള്ള സ്ഥലമാണ്. അവിടെ തട്ടുകടകളൊക്കെ ഉണ്ട്, അടിപൊളിയായിരിക്കും കേട്ടാ. ഈ സമയത്ത് നല്ല തണുപ്പുണ്ട്, നല്ല ചൂട് ചാരിച്ച് അടിപൊളിയായിരിക്കും. അപ്പൊ കിടില്ല കേട്ടാ. ഇവിടെ ഒരു കയറ്റം വന്നു, അപ്പൊ ഞാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഉന്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ ചവിട്ടി. ഓക്കെ, നമ്മള് കണ്ണൂർ എത്തി കേട്ടോ. ടൗണിൽ കൂടെ 8-9 കിലോമീറ്റർ ചവിട്ടുന്നു. അപ്പോഴേക്കും മഴ തുടങ്ങി കേട്ടാ.
ഇത് മഴയില്ലാത്തടത്ത് നിന്നേക്കാണ് ഞാൻ. അമ്മച്ചേ ഇനി എവിടെ നിൽക്കണം, നമുക്ക് ഫുഡ് കഴിക്കണം. ചപ്പാത്തി ഉണ്ട് 2 ബാക്കി, അപ്പോൾ അത് എവിടെ നിന്ന് കഴിക്കണം. പിന്നെ വെള്ളം കുടിക്കണം, കുറച്ച് റെസ്റ്റ് എടുക്കണം, എന്നിട്ട് മെല്ലെ പോവാം. ഗൈസ് കണ്ണൂരിൻ്റെ നടുമുറ്റി എത്തിയിട്ടാണ്. നമുക്ക് തലശ്ശേരിയിൽ ഇങ്ങോട്ടാണ് പോകേണ്ടത്. അത് പുതിയ സ്റ്റാൻഡും പഴയ സ്റ്റാൻഡിലൊക്കെ പോകുന്നതാണ് കണ്ണൂർ. എന്ത് സൗണ്ട് ഗൈസ്, എവിടെയോ ആക്സിഡന്റ് നടന്നിട്ടുണ്ട് കേട്ടോ. 2 എണ്ണമായി പോകുന്നത് അടുപ്പിച്ച്. എന്തായാലും രക്ഷപ്പെടട്ടെ. ഓക്കെ ഗൈസ്, ഞാൻ ഈ കവറിലാണ് ഇതിട്ട് വെക്കുന്നത് കേട്ടോ ഫോണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ സൈഡ് നിർത്തിയിട്ട് എടുത്തിട്ടാണ് വിഷ്വൽ എടുക്കുന്നത്. ഭയങ്കര മഴ, ഈ മഴ നിൽക്കുന്നുമില്ല. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് അമ്മച്ചി നല്ല മഴയാണ് പോകേണ്ടത്. പക്ഷെ ഓക്കെ, അവർ സപ്പോർട്ട് ഉണ്ട് കേട്ടോ, സീനൊന്നുമില്ല. അത് ഏതും മകനോടായാലും പറയില്ലേ. ഓക്കെ ഗൈസ്, ഞാൻ എന്തായാലും പോട്ടിട്ടാ. ഇപ്പം 2:05 സമയം. നമുക്കൊരു 1.5 മണിക്കൂറിൽ അവിടെ പിടിക്കണം, എന്നിട്ട് അവിടെ വേർപ്പിട്ടുണ്ട്. ഗൈസ് ഞാനിപ്പോൾ വണ്ടി സൈഡൊക്കെ കേട്ടോ. നമ്മൾ കണ്ണൂരെത്തി. കണ്ണൂരിൽ നിന്ന് ഒരു 12 കിലോമീറ്റർ 13 കിലോമീറ്റർ വന്നു കേട്ടോ. എന്നിട്ടാണ് ഇവിടെ സ്റ്റോപ്പ് ഇട്ടത്. ഒരു 2 ചപ്പാത്തി കഴിക്കണം. ഭയങ്കര എനർജി ലോസ്, ഭയങ്കര ചവിട്ടാൻ പറ്റുന്നില്ല, ഭയങ്കര ഇത്. അപ്പോൾ മഴ പിടിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഇതുവരെ, മഴ പെയ്യുന്നുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതുവരെ സൈഡാക്കാതെ. അപ്പോൾ ഇപ്പോൾ ഞാൻ സൈഡാക്കട്ടെ. ഇവിടെ ഒരു പാലത്തിൻ്റെ സൈഡാണ്, ഇവിടെ ആരും ഇല്ല കേട്ടോ. ഷാനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഷാന് കിലോമീറ്റർ വയ്ക്കാൻ വഴി വയ്ക്കാൻ ഞാൻ വിളിച്ചാണ്. വേറെ റൂട്ടും കൂടെ ഉണ്ട് കോഴിക്കോടേക്ക്, അപ്പോൾ കുഴപ്പമില്ല. ഇവിടെ കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത്. മഴ വരുന്നുണ്ട്, അപ്പോൾ ഞാൻ പെട്ടെന്ന് അത് കഴിക്കട്ടെ. 2 ചപ്പാത്തിയും കുറച്ച് മുട്ടക്കറിയും ഉണ്ട്. വെള്ളം ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ഇപ്പോൾ കുറച്ച് കൈ കഴുകി, ഇനിയിപ്പോൾ കുടിക്കാൻ മാത്രമേ ഉള്ളൂ. കുറച്ച് നിറയ്ക്കണോ അവിടെ നിന്ന്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞേട്ടാ. അയ്യോ എൻ്റെ ആകെയുള്ള കവറടത്ത് പറന്നുപോയി പുല്ല്. ഇവിടെ ഭയങ്കര സ്പീഡിലാണ് വണ്ടി വരുന്ന. മഴ പിടിക്കുന്നുണ്ടല്ലോ ദൈവമേ, നനയണി. ജയ്സ് ഞാനില്ലേ എൻ്റെ മൂവ് പഠിച്ചിട്ടുണ്ട് ഇന്നലെ. അപ്പോൾ കാല് ഭയങ്കര കഴിക്കുമ്പോൾ ഇത് തേച്ച് കൊടുത്താൽ ഒരു ആശ്വാസം കിട്ടാറുണ്ട് കേട്ടോ. ഇന്നലെ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ ഫലിച്ച്. പിന്നെ ഇത് ബാഗിലായിപ്പോയി. ഇപ്പം എൻ്റെ കാല് ഭയങ്കര വേനക്കുന്നത്. അങ്ങനെ ഞാൻ ഇത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഇട്ടിട്ട് നമ്മൾ പോവാം. നമ്മൾ വെള്ളമൊക്കെ കഴിഞ്ഞ് കേട്ടോ, വെള്ളം കഥം നോക്കിയാ. അപ്പോൾ ഗൈസ് ഞാൻ വിടാം കേട്ടാ, തേച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പോവാം. ഇനി ഇവിടെ നിന്ന് നമുക്ക് 4 അങ്ങോട്ടാണ് പോകേണ്ടത്. ഇത് ഞാൻ സ്റ്റാൻഡ് ചെരിഞ്ഞ് വീഴ്ചോട്ട് ഇങ്ങോട്ട് വെച്ചതാ. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അവിടെ നിന്ന് നമ്മൾ കണ്ണൂരിൽ നിന്ന് വന്നത്. ഓക്കെ, നമുക്ക് മഴ കിട്ടാണ്ടിരിക്കട്ടെ, നമുക്ക് പോവാം പെട്ടെന്ന്. വന്ദേ ഭാരത് ട്രെയിൻ പോയി കേട്ടോ, വന്ദേ ഭാരത്. അയ്യോ, ഇനി 1 കിലോമീറ്റർ കൂടെ മുഴപ്പിലങ്ങാട് ബീച്ചിലിട്ടു. ജയ്സമാണ് നമ്മൾ മുഴപ്പിലങ്ങാട് ബീച്ചെത്തിട്ടാ. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ അവൻ്റെ വീട്ടിലോട്ട്. നമുക്ക് ഷാനിനെ ഇങ്ങോട്ട് വിളിക്കാം, എന്നിട്ട് ബീച്ചിൽ ഇറങ്ങാം. കാരണം ഇപ്പോൾ വന്നത് അലമ്പായിട്ടിരിക്കുകയാണ്. അപ്പോൾ ബീച്ചിൽ ഇറങ്ങിയിട്ട് അവനെ വിളിക്കുന്നതായിരിക്കും നല്ലത്. അയ്യോ, ഇതാട്ടോ ബീച്ച്. എൻട്രി ഇല്ല കേട്ടോ അങ്ങോട്ട്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അയ്യോ, ഹലോ, എവിടെയാടാ? എടാ ഞാൻ മുഴപ്പിലങ്ങാട് ബീച്ചിലെത്തി. ആ, നീ ഇങ്ങോട്ട് വരും, നമുക്കൊന്ന് ഇറങ്ങിയിട്ട് പോവാം. കാരണം ഞാനിപ്പോഴേ അലമ്പാടാ. അപ്പോൾ ഒന്ന് ഇപ്പോൾ വീട് എടുത്തിട്ട് പോവാം. അവൻ എവിടെയോ പോയേക്കാം, അവൻ തലശ്ശേരി പോയേക്കാം, എന്തോ ഒരു എമർജൻസി ആയിട്ട്. അപ്പോൾ വരും കേട്ടാ, നമ്മൾക്ക് ഇവിടെ ഇരിക്കാം. അയ്യോ, അങ്ങോട്ട് പോകണം. ഒരു വണ്ടിക്കാരൻ വന്നിട്ട് എന്താ ചോദിച്ചു. എനിക്കിത് അറിയണ്ടേ പുല്ല്, എനിക്കിത് അങ്ങോട്ട് എൻട്രി ഇല്ല. ഇത് അങ്ങോട്ട് പോകുന്നത് വിടുന്നില്ല കേട്ടോ. ഇതാണ് മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ച്. ഇത് നല്ല അങ്ങോട്ടും അറ്റമുണ്ട് ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ, കുറേ പോകാനുണ്ട്. ഞാൻ ഷാനുവിനെ കാത്തോണ്ട് ഇരിക്കുകയാണ്, അതായത് കാത്തിരിക്കുകയാണ് കുറേ നേരമായി. ഇപ്പം തന്നെ 1 മണിക്കൂറായി. 30 വീട്ടിൽ വരാമെന്ന് പറഞ്ഞ് പോയ തെണ്ടിയാണ്. പക്ഷെ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ ഒരു ചായക്കട ഉണ്ട്, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഒരു ചായയും ഒരു ചെറിയൊരു സമൂസയും കഴിച്ചേട്ടാ. അയ്യോ, നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതുകൊണ്ട് ഞാൻ ചായ കുടിച്ചു, നല്ല ചൂട് ചായ, നല്ല രസമുണ്ട്. ഇവിടെ ഇപ്പോൾ വണ്ടികൾ കയറ്റി വിടുന്നില്ല കേട്ടോ. നേരത്തെ അയാൾ ചോദിച്ചപ്പോൾ ശരിയാണ്, അവിടെ ഇതാക്കിയിട്ടുണ്ട്, അടച്ചിട്ടുണ്ട്. മഴക്കാലമായ ഇങ്ങോട്ട് വണ്ടിയൊന്നും കയറ്റി വിടില്ല പോലും. നല്ലതാ. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിനേക്കാളും ഇറങ്ങിയായിരുന്നു കടലുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പണ്ട് വന്നപ്പോൾ, പണ്ടാച്ചാൽ 1.5 വർഷം കഴിയുന്നുണ്ട്. ഇപ്പോൾ ഭയങ്കര കയറി ഇങ്ങോട്ട്. അപ്പോൾ വണ്ടികൾ വരാണ്ടിരിക്കുന്നത് നല്ലത്. എന്തിനാ വെറുതെ പണി ഉണ്ടാക്കി വെക്കുന്നത്. ഇനി അങ്ങനെ നമ്മളെ ഷാനു വന്നിരിക്കുകയാണ്. മുഴപ്പിലങ്ങാട് വന്നപ്പോൾ തന്നെ എന്നെ ഷാനു എന്ന് പറഞ്ഞപ്പോൾ ഇല്ലേ, എനിക്കവിടെ ഇരിക്കാൻ സീറ്റ് തന്നെ വെച്ചിട്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ചായ തരാൻ പോലെ എന്നിൻ്റെ ഒരാൾ പോയി. ഷാനുവിനെ പരിചയക്കാരനല്ലേ, ചായ തരാൻ ഒരാൾ പോയിട്ടാ. കുറച്ച് കഴിഞ്ഞപ്പില്ലേ അയാളവിടെ മരത്തടയിലും പിടിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഇതെന്തിപ്പോൾ എന്തോ
ഗസ് ഇവന്റെ പേര് പറഞ്ഞാൽ മതി മുഴുപ്പിൽ തല്ല് പിന്നെ കിട്ടുന്ന കാര്യം ഉണ്ടാവില്ല കള്ളം. ഗസ് ഇവൻ വന്നിട്ട് എന്നെ കുറേ നേരം പോസ്റ്റ് തന്നിട്ട് 1.5 മണിക്കൂർ പോസ്റ്റ് കിട്ടി. ഞാൻ സൈക്കിൾ ഇപ്പോൾ പോയിന് കോഴിക്കോട്ടെ തന്നെ. പക്ഷെ ഇവന് വേണ്ടിയിട്ട് ഇവന്റെ വീട്ടിലാട്ടെ ഇന്ന് സ്റ്റേ. ഇവന്റെ വീട് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ഇതുവരെ പോയിട്ടില്ല. നമുക്ക് നോക്കാം. കടലിന്റെ അപ്പുറത്തുനിന്നാ പറഞ്ഞത്. ഗസ് ഇവൻ 4 കിലോമീറ്റർ നടന്നിട്ടാ വന്നിട്ട് അവിടുന്ന്. അവിടെ വണ്ടി അവിടുന്ന് വിടുന്നില്ല, അവിടെ ബ്ലോക്കാണ് വരും. ഇവനൊരു സൈക്കിളുണ്ട്, 4 ചക്രം ഉള്ളത്. പക്ഷെ പഠിച്ചില്ല, 2 ചക്രത്തിൽ ഓടിക്കാൻ പഠിച്ചില്ല. അത് പോയി ഒന്നിട്ടാലോ അങ്ങനെ സ്ഥലത്തിരിക്കണം. അപ്പൊ പിന്നെ വരാട്ടാ, ബൈ ബൈ. ഞങ്ങൾ പോവുകയാണ്. എന്റെ വീട്ടിൽ പോയി ചായ തരാൻ പറഞ്ഞിട്ടുണ്ട്, നോക്കാം നമുക്ക്. നമുക്ക് ഐസ്ക്രീം മേടിച്ചു തന്നിട്ടാ, 5 രൂപയുടെ ഐസ്ക്രീം. 5 രൂപയുടെ ഐസ്ക്രീം ഇപ്പോഴും ഉണ്ടല്ലോ ഇവിടെ. ഇല്ല, ഇത് 20 രൂപയുടെ വാനിലാട്ടാ, കൊള്ളാം. ഫ്രെയിം എന്ന് പറയാ ഞാനിത് വൈബ് ഫ്രെയിം. എന്ത് രസമാണ് ഇങ്ങനെയാണ്, നല്ല രസമുണ്ട്. ആ നീ മാറണം ഫ്രെയിം എന്ന് എന്താ ഇല്ല അടിച്ചു പറഞ്ഞത്. വാ നിനക്ക് സൈക്കിൾ കളിക്കണ്ടേ, നിനക്ക് ഇവിടെ എന്റെ ബാഗാണ് അതിരിക്കണത്. എന്താണ് കുപ്പയിലോട്ട് അലമ്പ്. ഇത് ഞാൻ മ്യൂസിയത്തിൽ കൊണ്ടുപോക്കി, ഇത് ഫുള്ള് കഴിഞ്ഞിട്ട്. ചെയിൻ അത് മണമുള്ള ഇതൊക്കെയാടാ. അത് ഈ ബുള്ളറ്റിനൊക്കെ യൂസ് ചെയ്യുന്നത്. എൻ്റെ ചേട്ടൻ്റെ സാധനമാണ് ഇത്. അത് ഞാൻ എടുത്തിട്ട് മഴാനില്ല, മഴയത്ത് ചവിട്ടുന്നില്ല, അതാണ് പ്രശ്നം. ഈ സീരിയ ഇപ്പൊ മേടിച്ചടാ വരുമ്പോ കണ്ണൂർ അതാ പാപ്പനിശ്ശേരി. വൈബ് സ്ഥലമല്ലേ, കൊള്ളാലോ. അപ്പൊ ഇവിടെ നല്ല വൈകുന്നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കല്ലേ. എന്റെ മോൻ ഇത് കൊള്ളാട്ടെ, ഇത് വൈബായിട്ടുണ്ട്. അപ്പാ ഇത് കിട്ടില്ല കേട്ടോ, നല്ല ഡ്രോ കഴിഞ്ഞിട്ടാ. എന്റെ മോനെ വൈബാണല്ലോ. ഓ ഇതിങ്ങനത്തെ ഡ്രോയിങ്സ് ഇതാര് ഷാ നീ വരച്ചേടാ? എടാ നീ വരച്ച് പറഞ്ഞോ, നീ വരച്ചു. ആ അതെ അതെ ഷാനി വരച്ചേട്ടോ, കൊള്ളാട്ടാ. വെള്ളം ഉണ്ട് ഡെയിലി. ഇത് ലോസ്റ്റിലെ ദ്വീപ് പോലെ ഉണ്ടല്ലോ. കൊള്ളാട്ടാ, സംഭരസുണ്ട് മൊത്തം. എന്താന്ന് കാടാ, വൈബ് സ്ഥലം കേട്ടാ, പക്ഷെ രസമില്ല. ഞാനിപ്പോൾ ഉള്ളത് പാരീസിലാണ്. പാരീസിലെ ഫിലാഫി മതിലുകളുടെ തൊട്ടപ്പുറത്താണുള്ളത്. അവിടെ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനെ. ഓക്കെ കേട്ടോ, ഇനി കാണിക്കട്ടെ. മുഴപ്പിലിക്കാട് ബീച്ചിൽ ഞാനായിരിക്കും ആദ്യമായിട്ട് സൈക്കിൾ ഓടിക്കുന്നത് എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഞാൻ സൈക്കിൾ ഓടിക്കും. എൻ്റെ സൈക്കിൾ ഞാൻ മുഴപ്പിലിക്കാട് ബീച്ചിൽ ഇറക്കുന്നു. എനിക്ക് പല രീതിയിൽ ഓടിക്കാൻ പറ്റും. ഇങ്ങനെ ഓടിക്കാം, ഇങ്ങനെ ഓടിക്കാം, ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിൽക്കും. ഇതെല്ലാം എൻ്റെ ഫാഷൻ. ഓക്കെ എന്ത് വൈബല്ലടാ, നല്ല അടിപൊളി ഉണ്ട് കേട്ടാ. ഗൈസ് അവിടുത്തെ 3 പട്ടികൾ നമ്മളെ കടിക്കാൻ വന്നിട്ടാ, രക്ഷപ്പെട്ട്. ഇപ്പൊ കുണ്ടിക്ക് സീൽ വീണ ജസ്റ്റ് മിസ്. അതെന്റെ ഈ രൂപവും പിന്നെ ഈ ലഗേജും കണ്ടിട്ടായിരിക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നേട്ടാ. അവിടെ 3 പേരുണ്ടല്ലോ. ഷാൻ ഓടാനുള്ള വഴി എനിക്കറിയോ? ആ സംസാരിച്ചോ, നീ സംസാരിച്ചോ, പൊക്കോ. ആ അപ്പൊ കാണും. ഇവനെന്താ പട്ടിയുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന അവിടെ? അതാണോ? അതല്ല നിന്റെ കൂട്ടുകാരെ? ഗൈസ് നമ്മൾ അങ്ങോട്ട് എത്തണം കേട്ടോ, ആ അറ്റത്ത് നിന്ന് നമ്മൾ വരുന്നത്. ഞാൻ വന്ന സ്ഥലം മാറിപ്പോയി, അതല്ല ഞാൻ അന്ന് വന്നത് കേട്ടാ. സോറി, ഞാൻ അന്ന് വന്ന സ്ഥലം ഇവിടെ എവിടെയാണ്, പക്ഷെ ഞാൻ വന്നത് അവിടെ നിന്നിട്ടാ. എന്നിട്ട് ഇവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി. എന്നിട്ട് ഇവനെ ഓടി അവിടെ വന്നിട്ടാ. അതുകൊണ്ട് തന്നെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൈസ് അത് ഷാനല്ല കേട്ടോ, എന്താ ഫ്രെയിം. ഗൈസ് കുറേ നേരമായിട്ട് ഞാൻ എന്നെ കാണിക്കാറില്ല കേട്ടാ. ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, എന്നെ ഇതുവരെ കാണിച്ചില്ലല്ലോ. ഞാൻ കുറേ എന്തൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ. ഗൈസ് നമ്മൾ ബീച്ചിലാണ്, വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഇതാണ് ഡ്രൈവിംഗ് ബീച്ച്, നല്ല അടിപൊളിയാണ്. അയ്യോ മടുത്തു ഗൈസ്, മടുത്തു. കാല് നല്ല വേദന ഉണ്ട്. ആ മൂവ് നാളെ വേറെ ഒന്നും മേടിക്കേണ്ടി വരും മിക്കവാറും. മൂവ് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത്. അയ്യോ ഗൈസ് എന്താ രസം എന്നറിയാം ഗൈസ് ഇവിടെ ഇങ്ങനെ. വേറെ വൈബ് ഗൈസ്. എനിക്ക് ഒന്നാമത് എനിക്ക് ബീച്ചൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, കടൽ എന്നൊക്കെ പറയണം. അപ്പോൾ ഇവിടെ പ്രത്യേക വൈബ് കാണാം, കാരണം ഇവിടെയൊക്കെ ഭയങ്കര സ്പേസ് ഉണ്ട്.
എൻ്റെ മോനെ വൈകിട്ട് എനിക്ക് എന്തെങ്കിലും കുളിരാത്. എന്തായാലും എൻ്റെ വീട്ടിൽ പോവാം. എന്നിട്ട് ഞാനിപ്പോൾ ഈ വ്ളോഗ് എൻ്റെ ഏൽപ്പിക്കുന്നില്ല. ചിലപ്പോൾ ഞങ്ങൾ രാത്രി എന്തെങ്കിലും പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ഹെൽത്തൊക്കെ പോലെ അവനവിടെ നിൽക്കുന്നുണ്ട്. അവൻ്റെ കൂട്ടുകാരുണ്ട് അവിടെ 2 പേര്. അവരോടൊക്കെ മുന്നിട്ട് വരാണ്. അവരാണ് എൻ്റെ സൈക്കിൾ ഉന്തിക്കൊണ്ടിരുന്നത്. ചെക്കൻ ഉന്തിക്കൊണ്ടിരുന്നുണ്ട്. ആയാ അപ്പൊ അവര് ചെയ്യാന്ന് പറഞ്ഞാ പറഞ്ഞിട്ടുണ്ടേ ചോദിച്ചെന്നോട് ഏതാ യൂട്യൂബ് ചാനൽ. നീ എന്താ പറഞ്ഞത്? കീരിക്കാണ് ചോദിച്ചാ നമ്മളെ ഷാനു സൈക്കിൾ ഉന്തുന്നുണ്ട്. പാവം ചെക്കൻ. ഞാൻ ഉന്താന്ന് പറഞ്ഞതാ, പക്ഷെ അവൻ നിർബന്ധിച്ച് എൻ്റെ മേടിച്ച്. വീഡിയോക്ക് വേണ്ടി മാത്രമാണ്. വീഡിയോ എടുക്കുമ്പോൾ മാത്രം ഉന്തു, അല്ലെങ്കിൽ വീഡിയോ ഔട്ടൊക്കെ ഞാൻ. ഷാൻ ഭയങ്കര സുന്ദരനായിട്ടാ. എടാ നീ പെണ്ണാണാൻ പോയില്ലേ? സത്യം പറ, നീ നമ്മളോട് പറയാണ്ട് പെണ്ണാണാൻ പോയില്ലേ? ഓ ഗൾഫിൽ പോന്നു വരും. അതുകൊണ്ട് പെണ്ണെല്ലാം കണ്ടിട്ട് പോകാൻ വെച്ചിട്ട് ഇപ്പൊ വൈബന്നെ. ഷാൻ എന്ത് രസമാണ് ഇവിടെ. വൈബല്ല, ഞാനത് എടുത്തു. എന്ത് രസമാണ് ഇപ്പൊ. ഗേസ് ഇതാണിതാ നിന്റെ വീട് അപ്പുറത്തല്ലേ? അവിടെയാണോ? ഇതിലെ പോന്നല്ലേ? ഇതിലെ പോന്നത് വഴി ഏതായിരുന്നു? അത് വെറുതെ അല്ല, ഇത് സൈഡല്ലേ ഗേസ്. അവന്റെ വീട് അവിടെ കേട്ടോ ഷാമിന്റെ. ഇതാ ഇവിടെയൊക്കെ ഞങ്ങൾ വന്നിരുന്നതാ, ശരത്തേട്ടനും ഞാനും ഇവനും. എത്ര 1 വർഷമായിടാ? എടാ ആ കാണുന്നത് എന്തായിരുന്നു? നടുവിൽ കാണുന്നത് ധർമ്മടം ഐലൻഡ്. എന്ത് രസമല്ലേ അത്. ധർമ്മടം നമ്മൾ അവിടെയും പോയിട്ടുണ്ട് കേട്ടാ. നമ്മളല്ലേ പോയി ഫോട്ടോ എടുക്കാൻ? അപ്പുറത്തല്ലേ? യെസ്, അമ്മേൻ്റെ അടുത്ത് അപ്പുറത്തെ ഭാഗത്ത്. എൻ്റെ മോനെ അത് വൈബ് സ്ഥലമാണ് കേട്ടോ. അവിടെ ഒക്കെ പോയിരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഇവനില്ല എൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയായിരുന്നു ഇങ്ങനെ ഷോർട്സ് മൊബൈലിൽ. അപ്പോൾ ഞാൻ പിറകുന്നുണ്ടായി നോക്കുമ്പോൾ അവിടെ പോലീസ് ഏതോ വീട്ടിൽ വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കൈ കാണിച്ച് നിൽക്കാൻ പറഞ്ഞ്, സൈക്കിളിൽ നിന്ന് ഇറങ്ങുമെന്ന് പറഞ്ഞ്. ഞാൻ വെച്ച് തൂക്കിയെന്ന്. പക്ഷേ ഇല്ല, അവരിങ്ങനെ ചോദിച്ചു എന്താണ് എവിടെ പോകണമെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ സൈക്കിൾ റൈഡാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര കൗതുകം. ഇതും കൊണ്ടാണോ പോകുന്നത് തിരുവനന്തപുരത്തേക്കെന്നല്ലോ. ഞാൻ വെച്ച് ഇവനെ എന്താ തൂക്കി, ഇവൻ്റെ എന്തോ ഉണ്ടെന്ന് വെച്ചു പോക്കയില്ലേ. ഇല്ല ചുമ്മാ പറഞ്ഞത്. അവരിങ്ങനെ ചോദിച്ചു. പിന്നെ അവിടെ അതിലൊരു തിരുവനന്തപുരക്കാരുണ്ടല്ലേ, പുള്ളിക്കാരൻ നല്ല രസമുണ്ട്. ബീഡി ഉണ്ടോന്ന് ചോദിച്ചു. ഞാൻ ബീഡിയിൽ ഇടപാടാണ്. ഇല്ല ചുമ്മാ അതല്ല വൈബായത്. ആള് തിരുവനന്തപുരം, അതാണ് എന്നെ നിർത്തിച്ചത്. പിന്നെ വന്നു കേട്ടോ. എന്തോ പ്രതിയാന്ന് തോന്നുന്നുണ്ടല്ലോ, ഇവന്റെ കൂട്ടുകാരനാ. അതും ചുമ്മാട്ടാ, ഒരു കൂട്ടുകാരനല്ല. അതാരും പൊക്കാൻ വന്നല്ല, എന്തോ ചോദിക്കാൻ വേണ്ടി വന്നതുകൊണ്ട്. ഇപ്പൊ വന്നാൽ തൂക്കും. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ നല്ല രസമായിരുന്നു. തമ്പനിലിടായിരുന്നു. കേസ് അപ്പോൾ നേരത്തെ ഞങ്ങൾ അവിടെ നിന്ന് നേരത്തെ എടുത്ത് സൈഡിൽ നിന്ന് പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച്. ഇപ്പൊ സമയം 10 മണി കാണും. 10 മണി. അപ്പൊ ഇപ്പൊ കിടക്കലായി. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തോണ്ടിരിക്കായിരുന്നു. അപ്പോൾ കിട്ടില്ല. ഇവിടെ നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ പൊരിച്ചൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഞാൻ കുറെ ആളെ വന്ന് കഴിച്ചിട്ട് ഇവിടെ ഉമ്മ വിടൂല കഴിപ്പിക്കാണ്ട്. അടിപൊളിയായിരുന്നു. എന്താ ഞാൻ ഇവിടുന്ന് രാവിലെ ഇറങ്ങണം. ഒരു 7 മണിക്ക് ഇറങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇവന് എണീക്കാറുണ്ട് കേട്ടോ, അലാറം വെച്ചിട്ട്. എനിക്കറിയില്ല, എല്ലാം ഇവന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ നാളെ ശ്രീയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ കോഴിക്കോട് ചിലപ്പോൾ എനിക്കറിയില്ല. കാരണം ശ്രീയുടെ വീട്ടോട് ഇവിടെ 110 കിലോമീറ്റർ എന്തോ ഉണ്ട്. അപ്പോൾ അറിയില്ല എന്താണെന്നറിയില്ല. എന്തായാലും നമ്മളെന്തായാലും കാണും അടുത്ത് തന്നെ. വരില്ല അങ്ങോട്ട്. നിന്നെ എല്ലാവരും അന്വേഷിച്ചു, എല്ലാം അന്വേഷിച്ചിട്ടുണ്ട്. ഇപ്പൊ വരും. അപ്പൊ അടുത്ത ബ്ലോഗിലൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ സീരീസ് കഴിഞ്ഞിട്ടാ. അപ്പൊ നമ്മളിന്ന് പോവാണ്, നമ്മളിപ്പോ കിടക്കാൻ പോവാണ്. ഇപ്പോഴാണ് വൈൻഡ് അപ്പ് ചെയ്യുന്നത്. ഞാനിപ്പോ എഡിറ്റ് ചെയ്യുമ്പോൾ ആലോചിച്ചു ഇത് വൈൻഡ് അപ്പ് എടുത്തില്ലല്ലോ. അപ്പോൾ ഗേസ് എന്തായാലും ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കണം. ഇനി എന്തായാലും വീഡിയോസ് ഉണ്ടാവും 10 ലൈക്ക് നമ്പർ. അപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ്. ഓക്കെ ബൈ. ഗുഡ് ഈവനിങ്. ഇത് കാണുമ്പോൾ ഗുഡ് ഈവനിങ് ഗൈസ്. ഓക്കെ ഗുഡ് ഈവനിങ് ഗൈസ്. ഓക്കെ ബൈ. നീ അടിച്ചോ.